ഞാൻ സാൻവിയ പാലായിൽ സെന്റ് ജോൺസ് LP സ്കൂളിൽ പഠിക്കുന്നു. പ്രിയ DCL കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വേർഡെയും തമ്മിലുള്ള ആവേശ പോരാട്ടം അന്ത്യത്തോടു കൂടിയാണ് അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനകോടികളുടെ രോമാഞ്ചമായ കാൽപന്ത് കളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകൾ ആണ് കരിങ്കൽ ഭിത്തിയിൽ അടിച്ച് തെറിക്കുന്നത് പോലെ ഗോൾ മൂട്ടിന്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ച് കടക്കുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകിയ ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്ന് കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ എവോറെ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഒരു ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന വോസിഞ്ഞോ എന്ന ഓമന പേരുമായാണ്. 1986 ജൂൺ 3 കേപ്പ് വേർഡെ രാജ്യത്തിന്റെ സാവോ വിസെന്റ് ദ്വീപിൽ അതിദാരിദ്ര്യമായി ജനിച്ച വോസോണിയാണ് അത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിന്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ വോസോണിയാണത്. ഫുട്ബോൾ കളിയോട് അടങ്ങാത്ത അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയെങ്കിലും ഉയരം കുറവുമൂലം പരിശീലകർ പരിഹസിച്ചിറക്കിവിട്ട വോസിയോണിയാണത്. കാൽപന്തുകളിയുടെ വൈവേദം പാദങ്ങളിൽ തുടുത്തുടുത്തപ്പോൾ ഉപജീവനത്തിനായി ബസ് ഡ്രൈവറും ഇലക്ട്രീഷ്യനും കൂലി വേലയെടുത്ത വോസോണിയാണത്. എന്നാൽ 20-ാം വയസ്സിന് മുന്നേ 6.3 അടി ഉയരം നേടിയ അംഗോള, മൾഡോവ, സിപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി ടീമുകളും കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വോസിയോണിയാണത്. പ്രിയ കൂട്ടുകാരെ, വോസോണി എന്ന കാൽപന്തു കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിത്തെറിഞ്ഞ് മെസ്സിയുൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളിപ്പന്തുകളായിരുന്നു. അല്ലേ? കളിക്കളത്തിൽ അയാൾ സാഹൂതം, ശസ്ത്രം, ഗോൾമുഖത്തിന്റെ മിഴിപ്പൂണ്ടത്തിൽ നാനാവശങ്ങളിൽ നിന്നും പലരും വീശിട്ടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസങ്ങളെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളെയും തട്ടിമാറ്റിയിട്ടുണ്ട്. കൗമാരത്തിൽ കളിക്കളത്തിലെ കുള്ളൻ വിളികളെ അയാൾ തട്ടിത്തെറിപ്പിച്ച് പോകുവരുടെ കളിപ്പേരുകളും കോപം മുത്തശ്ശിയും ദൈവത്തെ പോലെ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസപ്പേരുണ്ടായ തന്റെ ജീവിത മധുരം പായസമുണ്ടാക്കി തന്നെ തളർത്താനും പരാജയപ്പെടാനുമായി
ബാക്കിയുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങളാൽ തന്റെ പ്രതിരോധശേഷിയുടെ ആഹാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിനും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിയാൻ നിങ്ങൾക്കും കഴിയും. ഗാലറിയിൽ ഇരുന്നു കമഴ്ത്തിക്കുമ്പോൾ അവർ മയാമി കളിക്കുന്ന പോലെ വെറും കാണികൾ മാത്രമാണ് നിങ്ങൾക്കാകുക. നിങ്ങൾ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയസംസാരങ്ങളോടെ സ്വന്തം കൊച്ചേട്ടൻ.